റാപ്പ് ഗായകൻ വേടനെതിരായ പുലിപ്പല്ലി കേസിൽ വനം വകുപ്പിന് തിരിച്ചടി. വിശ്വാസം വരുന്നില്ലേ? ഗായകൻ മൃഗവേട്ടയോ വ്യാപാരമോ നടത്തിയിട്ടില്ല. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതി സൂചിപ്പിച്ചു. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഇത്തരത്തിൽ പുലിപ്പല്ലാണ് പിടിച്ചെടുത്തത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നിഷേധിക്കുന്നത് ഉചിതമാകില്ല എന്ന് കണ്ടാണ് വേടന് ജാമ്യം അനുവദിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കി. ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. കേസ് അന്വേഷിക്കുന്നത് പോലീസാണോ അതോ കള്ളന്മാരാണോ എന്ന് ആളുകൾ ചോദിക്കുന്നത്. പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ല താനിത് ഉപയോഗിച്ചത് എന്നാണ് വേടന്റെ വാദഗതി എന്ന് പറയുന്നത്. ചെന്നൈയിൽ വെച്ച് ഒരു ആരാധകൻ തന്ന വസ്തു ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു വേടന്റെ മൊഴി. സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മ്യാല, ജയറാമിന്റെ കഴുത്തിൽ കിടക്കുന്ന മ്യാല, മുകേഷ് എം നായർ എന്ന് പറയുന്ന JD മുകേഷ് ഏട്ടന്റെ കഴുത്തിൽ കിടന്ന മ്യാല, അതേപോലെ തന്നെ നിരന്തരമായിട്ട് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് മോശക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഖിൽമാരുടെ കഴുത്തിൽ കിടക്കുന്ന മ്യാല, ഇതൊക്കെ എന്ത് മ്യാലയാണ് എന്നും കൂടി ഒന്ന് പരിശോധിക്കട്ടെ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. വേടന്റെ കേസിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി തന്നെ പരസ്യമായിട്ട് ഉദ്യോഗസ്ഥരെ തള്ളി പറയാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇരട്ടനീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 10,000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിയാ. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് എനിക്കാരെ ഒന്നും ബോധിപ്പിക്കണ്ട, എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല. മന്ത്രി കസേരയിൽ ഇരുന്നോണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാനത് പുല്ലാണ്. ഈ ഇരട്ടനീതിയും സമൂഹത്തിലുള്ള ആൾക്കാര് എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ മനസ്സിലാക്കല് ഉണ്ടായിരിക്കട്ടെ എപ്പോഴും. അത് മറക്കരുത്. നമ്മളാരും തുല്യരല്ല. ഇത് ഭയങ്കര വിവേചനപൂർണമായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മളാരും ഒന്നല്ല എന്നുള്ളൊരു സാധനമാണ് ഇവിടെ ഉള്ളത്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ്. വേടൻ കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവന്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആള് തന്നെയാണ്. അത് പറഞ്ഞാൽ മനസ്സിലായില്ല, പിന്നെ എന്നാ ചെയ്യാനാ? അതെന്റെ ജോലിയാണ്. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി അത് ചെയ്യുന്ന കാരണം. അപ്പോ അത്രേ ഉള്ളൂ.